വത്തിക്കാനിൽ കറുത്ത പുക, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരുപാട് പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ഒരു തവണ കൂടി ഉള്ളൂ മാർപ്പാപ്പ, അത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇല്ലാതാകുമെന്നും കേൾക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞാനൊരു കത്തോലിക്കനായതുകൊണ്ടാണോ എന്നോട് ആ ചോദ്യം ചോദിച്ചത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനൊരു കത്തോലിക്കനാണെങ്കിലും അങ്ങനെ കുടുംബത്തിൽ ജനിച്ചാണെങ്കിലും ആ വിശ്വാസത്തിലല്ല. അത് പോട്ടെ, മതവാദിയല്ല. എനിക്കൊരു വിശ്വാസമില്ല ഒരു മതത്തിലും. മറ്റേ ഞാൻ കൺവേർട്ട് ചെയ്ത് വേറെതിലേക്ക് പോയൊന്നുമല്ല, ഒരു മതവുമില്ല. ഈ മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഈ ഒരു പ്രഡിക്ഷൻ ഞാനും കണ്ടിരുന്നു. അടുത്ത് വരുന്ന മാർപ്പാപ്പയോടുകൂടി ആ സിസ്റ്റം തീരും, അതാരോ പ്രഡിക്റ്റ് ചെയ്ത. ആ പ്രഡിക്ഷൻ നടക്കുമോ നടക്കാതിരിക്കുമോ എന്നുള്ളതല്ല എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ കഴിഞ്ഞ മാർപ്പാപ്പ അദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി. അപ്പം ഞാനൊരു മറുപടി ഇട്ടു, ഇത്രയും പ്രായമായാലും അദ്ദേഹത്തെ മരിക്കാൻ അനുവദിക്കില്ലേ? സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും 100 വയസ്സുള്ള ഒരാളും ഹോസ്പിറ്റലൈസ് ചെയ്താൽ ഉടനെ എല്ലാവരും പറയും പ്രാർത്ഥിക്കണം, ജീവൻ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കണം പറയും. അങ്ങനെ ഞാനതിനെ കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 133 കർദിനാൾമാരാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും 2/3 ഭൂരിപക്ഷം കിട്ടുന്നവർക്കാണ് മാർപ്പാപ്പയുടെ അനുമതി. അപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അധിപതിയാവുക? അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയുടെ അധിപനാവാം. അദ്ദേഹത്തിന് സാധാരണ കേൾവിക്കാർക്ക് അറിയുമെന്നറിയില്ല, തെറ്റാവരം ഉണ്ടെന്നൊക്കെ പണ്ട് പറയും. അദ്ദേഹം പറയുന്നൊന്നും തെറ്റില്ല. അദ്ദേഹം ഒരുപാട് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നു. മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക. അതിവിടെ ചാവറയച്ചൻ, അൽഫോൻസ, ഏവുപ്രാസന്ന, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ തന്നെ. പണ്ട് കേരളത്തിൽ ഇതില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായി വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നത്? വിശുദ്ധരെ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് എന്താണ് അവകാശം അല്ലെങ്കിൽ അനുവാദം? കത്തോലിക്ക സഭ അനുവാദം കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിലെന്താണ് സത്യം? പറയുന്നത് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. ഒരുപാട് രോഗശാന്തികൾ കിട്ടിയവരെ കൊണ്ടുവന്ന് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം അത് പരിശോധിച്ചിട്ടാണ് പറയും. ഇങ്ങനെ രോഗശാന്തി ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് രോഗശാന്തി കിട്ടുന്നുള്ളൂ. അതിന് തന്നെ ഇവിടെ ഹോസ്പിറ്റലുകൾ കൂടുതൽ ഉണ്ടാകുന്നില്ല. രോഗശാന്തി ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആശുപത്രികളുടെ ആവശ്യമില്ല, ഡോക്ടേഴ്സിൻ്റെ ആവശ്യമില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഈ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ വത്തിക്കാൻ എന്ന് പറയുന്ന സിറ്റിയുടെ പരമാധികാരി കൂടിയാണ്, രാഷ്ട്രത്തലവനാണ്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ്റെ രാജ്യം ഐഹികമല്ല, അത് എൻ്റെ പിതാവിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ രാജ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതല്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പ്രഥമ പ്രതിനിധി എന്ന് പറയുന്ന ആൾ വത്തിക്കാൻ എന്ന് പറയുന്ന ചെറു രാജ്യത്തിൻ്റെ അധിപതി കൂടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യാത്മകത മനസ്സിലാക്കും. കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു കാര്യം അങ്ങനെ തന്നെ തുടരുകയാണ്. ഇതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമില്ല. ഞാൻ പറയുന്നത് കത്തോലിക്ക സഭയുടെ അധിപനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. അത് പിന്നെ വലിയ പ്രാർത്ഥനയോടുകൂടി കറുത്ത പുക വന്നു. പിന്നെ അവസാനം ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത ശേഷമാണ് വോട്ടെടുപ്പൊക്കെ. ഞാൻ ചോദിച്ച കോടതിയിൽ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തിട്ടില്ല ചെയ്യുന്നത്, കള്ളം പറയുന്നത്. ഇപ്പം ബൈബിളുണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിലും ദൈവനാമത്തിൽ സത്യം, ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടല്ലേ കോടതിയിൽ പറയുന്നത്. അപ്പോൾ ഒരു വലിയ കൊലപാതകയോട് നീ ബൈബിളിൽ തൊട്ട് പറയൂ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ പറയും ഞാൻ കൊന്നിട്ടില്ല. അന്നാരത്തെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ആളൂരിനെ പോലുള്ളവർക്കൊന്നും വാദിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അത് ബൈബിളിൽ തൊട്ട് പ്രാർത്ഥിച്ചു സത്യം ചെയ്തിട്ടാണ് തുടങ്ങുന്നത് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ലെന്ന്. മനുഷ്യരായി ജനിച്ച എല്ലാവരും അവർക്ക് ഒരുപാട് ബലഹീനതകളുണ്ടാകും, ഇല്ലേ? ഉണ്ട്. അവരെല്ലാം തികഞ്ഞവരൊന്നും അല്ല. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വോട്ടെടുപ്പ് വേണ്ടല്ലോ, 133 പേർക്ക് ഒരു സമവായത്തിലെത്തിയിട്ട് നമുക്ക് ഇന്നയാളെ ആക്കാമെന്ന് പറയാം, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു പ്രക്രിയ അത് കാലങ്ങളായി തുടരുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇത് അവസാനത്തെ പോപ്പാണോ എന്നുള്ളത്, ഈ അതിൻ്റെ കാര്യം പറയുന്നത് എന്തോ ഒരു ഡേവിഡ് അങ്ങനെ എന്തോ ഒരു പേരിൽ ഉള്ള 2 പേരുണ്ട് കർദിനാൾമാർ. അങ്ങനെ ഒരു പേരുകാരൻ, അതായത് ആഫ്രിക്കൻ വംശജൻ, അദ്ദേഹം ഒരു കറുത്ത വംശജനായിരിക്കും വരിക എന്നൊരു പ്രഡിക്ഷൻ ഉണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് അവസാനത്തെ പോപ്പായിരിക്കും എന്നാണ് പ്രഡിക്ഷൻ പറയുന്നത്.
അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കർദിനാൾ റോബർട്ട് സാറ അല്ലേ? കർദിനാൾ റോബർട്ട് സാറ. അതെ. അപ്പൊ അദ്ദേഹം വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പം കഴിഞ്ഞ പോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ സ്വവർഗാനുരാഗികളെ വിവാഹം കഴിക്കാൻ അനുവദിച്ചു കൊടുത്തു. സഭ അതിന് അനുകൂല നിലപാടെടുക്കണമെന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിച്ചു. അങ്ങനെ വളരെ ജനകീയനായ ഒരു മനുഷ്യനാണെന്ന് വേണം. അതെ അതെ, തീർച്ചയായിട്ടും. ഏറ്റവും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിച്ചു. ഏതോ ആഡംബരക്കാർ വാങ്ങിയ ഒരു മാർപ്പാപ്പയെ സ്ഥാനഭ്രഷ്ടനാക്കി സാധാരണക്കാരോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞു. സഭയ്ക്ക് ഒരുപാട് ഉന്നതി ഉണ്ടാകാൻ ഒരുപാട് പ്രയത്നിച്ചു അദ്ദേഹം. ഞാൻ പറയുന്നത് സഭയ്ക്ക് ഉന്നതി എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ആത്മീയ ഉന്നതിയല്ലേ വേണ്ടത്, സാമ്പത്തിക ഉന്നതി അല്ലല്ലോ വേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം സാമ്പത്തിക ഉന്നമനമല്ലേ, ഉന്നതിയല്ലേ നടക്കുന്നത്. എല്ലാവരോടും നേർച്ച കാഴ്ചകൾ സ്വീകരിക്കുക, സ്വസ്ത്രക്കാഴ്ചയിട്ടോളം പറയുക, ഇത് മുഴുവൻ സ്വരുക്കൂട്ടി സമ്പാദിക്കുക. അവർക്ക് ആത്മീയ ഉന്നതി ഉണ്ടാകുന്നു. ആത്മീയ ഉന്നതി ഉണ്ടാകുമ്പോൾ അവർ അക്രമങ്ങളിൽപ്പെടരുത്, മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാൻ പോകരുത്, ഇല്ലേ? തീർച്ചയായിട്ടും. രാജ്യസ്നേഹം ഉണ്ടാവണം. ഇത് ഇപ്പോൾ എല്ലാ കത്തോലിക്കരും വളരെ സംശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്. എത്ര ക്രിമിനൽസ് ഉണ്ട്. അതെ. അപ്പോൾ പോപ്പിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ, പോപ്പ് സഭയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ നല്ല കാര്യങ്ങൾ മനുഷ്യന് സംശീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ശരിയല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ പോപ്പ് വളരെ ജനകീയനായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇനി പുതിയ വരുന്ന ആള് പുതിയ ചില നിയമസംഹിതകൾ ഉണ്ടാക്കുക, അദ്ദേഹത്തിന് തീരുമാനിക്കുക. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ആർക്കും എതിർക്കാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പൊ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇലക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അന്തിമ വിധിയാണ്. എന്നാൽ വേറൊരു രസകരമായ സംഭവം ഉണ്ട് കേട്ടോ. പോപ്പിന്റെ അവിടുന്ന് സർക്കുലർ വന്ന് ഇവിടെ ഏകീകൃത കുർബാന വേണമെന്ന് പറഞ്ഞിട്ട് അങ്കമാലി എറണാകുളം അതിരൂപതയിൽ അടി നടക്കുകയാണ്. ദിവസവും മാധ്യമങ്ങളുടെ പ്രധാന പേജുകളിലെ പല ഭാഗങ്ങളും ആ കേസുകളെ കുറിച്ചുള്ള വാർത്തകളും. അതെ, മിക്കപ്പോഴും ലജ്ജ തോന്നുകയാണ്. ഇത് പോപ്പ് നിർദ്ദേശം കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ പോപ്പ് ഒരുപാട് സഭയ്ക്ക് ഉന്നതി ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ പോപ്പ് കൊടുത്ത നിർദ്ദേശമാണ് ഏകീകൃത കുർബാന വേണം. അതിനെതിരെ എറണാകുളം അങ്കമാലി രൂപതയിൽ അടിയാണ്. അക്ഷരാർത്ഥത്തിൽ, വാച്യാർത്ഥത്തിലെടുത്താൽ അടി നടന്നു. ഇപ്പോൾ പാമ്പ്ലാനി മെത്രാപ്പോലിത്തയ്ക്കെതിരെ ഒരു വിഭാഗം വന്നിരിക്കുന്നുണ്ട്. ഇനി ആദ്യ കുർബാന, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നൊരു കാര്യം നിരോധിച്ച പുറത്താക്കിയ ചില വൈദികർ അത് കൊടുത്തു, അത് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു യുദ്ധം കണ്ടു. ഇതിലൊക്കെ എന്താണ് കാര്യം? കൂദാശകൾ എന്ന് പറയുന്നതാണ് ആദ്യ കുർബാന സ്വീകരണം, സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. കൂദാശകൾ നിർവഹിക്കാൻ ആ വൈദികർക്ക് അനുവാദമില്ലത്രേ. ഇങ്ങനെ ഒരു മാർപ്പാപ്പായിരുന്നു നിങ്ങൾക്ക് അനുവാദമല്ല ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ മറുപടിയോട് ചെയ്യുന്നു. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് സ്വീകരിച്ച കുട്ടികൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പോൾ ആദ്യമായി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ വിശ്വാസികൾ കൈകുമ്പിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് മാർപ്പാപ്പയെ ഇവിടെ തിരഞ്ഞെടുക്കട്ടെ, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഒരു മതവിശ്വാസികളും പെരുമാറും. പെരുവഴിയിൽ കുരിശുമായി നടന്ന് അടിയുണ്ടാക്കരുത്, പള്ളി അടച്ചിടുക. എൻ്റെ കാഴ്ചപ്പാട് ഇത്രയധികം ദേവാലയങ്ങൾ ഉണ്ടാവരുത്. ഈ അയ്യങ്കാളി പറഞ്ഞതാണ് ഈ അവസരത്തിൽ ശ്രദ്ധേയം. അതായത് നമുക്ക് വേണ്ടത് ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണെന്ന് പറഞ്ഞത്. സത്യമല്ലേ? വിദ്യാലയങ്ങളിലും മതം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നു. അതെ. ഈ വിദ്യാലയങ്ങൾ ഉണ്ടായാൽ പഠിക്കുന്നത് അറിവ് മാത്രമല്ല, സംസ്കാരം കൂടിയാണ് നമുക്കുണ്ടാകുന്നത്. ഒരു മതപഠനശാലയിലോ ഒരു ദേവാലയത്തിലോ പോയാൽ നമുക്ക് സംസ്കാരം ഉണ്ടാകുന്നില്ല. അവിടെ നിന്നാൽ എനിക്കെല്ലാം കിട്ടും, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. എന്നിട്ട് മറ്റു മനുഷ്യരുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. എൻ്റെ ഉള്ളിലിരിക്കുന്ന പോലെ തന്നെ മറ്റു മനുഷ്യരുടെ ഉള്ളിലുമുണ്ട്. അത് മനസ്സിലാകാതെ മറ്റു മനുഷ്യരെ ദ്രോഹിക്കുകയും അവർക്ക് ചെയ്യാവുന്ന എല്ലാ കുഴപ്പങ്ങളും കാണിക്കുകയും ചെയ്തിട്ട് വീണ്ടും അടുത്ത ദിവസം പള്ളി വരും, കൈകൂപ്പും, പ്രാർത്ഥിക്കും. ഇതിനെതിരെയാണ് ഇനി വരുന്ന പോപ്പെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. 5 കിലോമീറ്ററിനുള്ളിൽ ഇനി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ദേവാലയം മതി. ഇപ്പോൾ 5 കിലോമീറ്ററിനുള്ളിൽ 15 ദേവാലയങ്ങളുണ്ടാകും. കത്തോലിക്കരിൽ തന്നെ 3 വിഭാഗമാണ്. മലങ്കര കത്തോലിക്ക, റോമൻ കാത്തലിക്, ലാറ്റിൻ കാത്തലിക്. ഇവർക്ക് ഓരോരോ പള്ളികളാണ്.
ഇങ്ങനെ പള്ളികളുടെ എണ്ണം കൂടുകയും വിശ്വാസികളിൽ നിന്ന് ധരിക്കുന്നവരുടെ എണ്ണം കൂടുകയും അക്രമവാസന നിറഞ്ഞ സമൂഹം വളർന്നു വരികയും ചെയ്യുക. അതുകൊണ്ട് ഇനി വരുന്ന പോപ്പെങ്കിലും മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ കഴിവുള്ളൊരു പോപ്പ് വരട്ടെ. ഐഹികമല്ല എൻ്റെ രാജ്യം എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു പോപ്പ് വരട്ടെ. ആ പോപ്പിൻ്റെ ശൃംഖല വംശം നശിച്ചു പോയാലും ലോകം നിലനിൽക്കും. ഇനി ആ ഒരു സിസ്റ്റം ഇല്ലെങ്കിലും ലോകം നിലനിൽക്കും, മനുഷ്യർ നിലനിൽക്കും. യൂറോപ്പിലുമൊക്കെ പള്ളികൾ അടച്ചുപൂട്ടുകയാണ്. യുവതലമുറയ്ക്ക് അതിൽ വിശ്വാസമില്ല. അതിൻ്റെ കാരണം പൂർവികർ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുമാണ്. എന്നാൽ ഇന്ത്യയോ കേരളമോ വളരെ വ്യത്യസ്തമാണ്. മതവിശ്വാസങ്ങൾ കൂടി വരികയാണ്. അത് ദുർബലരായ മനസ്സുള്ളവരും വളരെ ഇടുങ്ങിയ മനസ്സുള്ളവരും കൂടി വരുന്നതുകൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.